ഒന്ന് ഇൽമ് വേണം, പിന്നെ അമല് വേണം, പിന്നെന്താ വേണ്ടത്? പിന്നെ ദഅവത്ത് വേണം. പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. എന്തിനാണ് നിങ്ങൾ ചെയ്യാത്ത കാര്യം മുഅ്മിനീങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കബറ മഖ്തന ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫഅലൂൻ. നിങ്ങൾ ചെയ്യാത്തത് പറയുക എന്നത് അള്ളാഹുവിന് കഠിനമായ കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമലാക്കുന്ന കാര്യങ്ങൾ പറയാം. ജനങ്ങൾ നമ്മുടെ വാക്കുകൾ കേൾക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടി അതുണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. എന്നാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതൊരു തെറ്റ് തിരുത്തുമ്പോഴും ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത തെറ്റ് മാത്രമേ തിരുത്താൻ പാടുള്ളൂ, അങ്ങനെ ഇതിനർത്ഥമില്ല. പണ്ഡിതന്മാരിൽ അനേകം പേർ പറഞ്ഞതായി കാണാം, ഒരാൾ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകളാണെങ്കിലും ഒരാൾ ആ തിന്മ മറ്റൊരാളുടെ അടുക്കൽ കണ്ടാൽ അവനെ തിരുത്തുക എന്നത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി. നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവൻ ആ തിന്മയെ തൻ്റെ കൈകൊണ്ട് മാറ്റട്ടെ, അതൊരു നന്മയാക്കി മാറ്റാൻ അവൻ ശ്രമിക്കണം. എൻ്റെ ജീവിതത്തിൽ തിന്മയുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റൊരാളെ തിരുത്താതിരുന്നാൽ പിന്നെ ദുനിയാവിൽ ഒരാൾക്കും ഒരാളെയും തിരുത്താൻ പറ്റില്ല, നബിമാർക്കല്ലാതെ. ജീവിതത്തിൽ തെറ്റുകളുണ്ട് എന്നതുകൊണ്ട് മറ്റുള്ളവരെ തിരുത്താതിരിക്കരുത്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടെന്ന് വിചാരിക്കാം, അത് നമ്മൾ വേറൊരാളെടുത്ത് കണ്ട് അയാൾക്ക് തിരുത്തി കൊടുത്താൽ പിന്നെ നമ്മുടെ ജീവിതത്തിലും ആ തെറ്റുകൾ അവസാനിക്കാൻ അത് കാരണമാകും. വ്യഭിചാരം ഒരാൾക്കുണ്ടെന്ന് വിചാരിക്കുക, മറ്റൊരാൾ വ്യഭിചാരത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഇവൻ അയാളെ പോയി ഉപദേശിച്ചു കൊടുത്തു. അയാൾക്ക് ആ ഉപദേശം നൽകുന്നത് ചിലപ്പോൾ ഇവൻ്റെ ജീവിതത്തിലുള്ള വ്യഭിചാരം കൂടി അവസാനിക്കാൻ അവനെ സഹായിച്ചേക്കാം. അതുകൊണ്ട് തിന്മ തിരുത്തുന്നത് നിർത്താൻ പാടില്ല. ചില ആളുകൾ പറഞ്ഞതായി കാണാം, സുബ്ഹാനല്ലാഹ്, ഉലമാക്കളിൽ ചിലർ പറഞ്ഞതായി കാണാം, രണ്ടാളുകൾ മദ്യപിച്ചുകൊണ്ടിരിക്കാൻ ഒരുമിച്ചിരുന്നിട്ട് അവർ പറഞ്ഞു, ഈ രണ്ടുപേരുടെ മേലും പരസ്പരം മദ്യപിക്കരുത് എന്ന് പറയൽ നിർബന്ധമാണ്. അവർ മദ്യപിച്ചുകൊണ്ടിരിക്കാൻ, എന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിന്മ വിരോധിക്കൽ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. തിന്മ വിരോധിക്കാതിരിക്കുക എന്നുള്ളത് വേറെ ഒരു തെറ്റാണ്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ വിലക്കുക എന്നത് അനിവാര്യമാണ്. ഇന്ന് പലപ്പോഴും വീടുകളിലും മറ്റുമൊക്കെ സംഭവിക്കുന്നത് പാപ്പയും ഉമ്മയും മക്കളെ തിരുത്താതിരിക്കുന്നതിന് ഒരു കാരണം അവരുടെ ജീവിതത്തിൽ ഈ തെറ്റുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ പണ്ടെന്നോ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ മക്കളെ തിരുത്തില്ല. അങ്ങനെ പാടില്ല. തെറ്റുകൾ കണ്ടാൽ അത് തിരുത്തുക എന്നത് ഒരു മുസ്ലിമിൻ്റെ നിർബന്ധമായ ബാധ്യതയാണ്.